ഏകദേശം 20% കല്യാണം മാത്രമേ അറേഞ്ച് മാരേജ് ഇപ്പോൾ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ പകമനം ഒരു ഏഷ്യൻ ക്യാമ്പ് നമ്മൾ നടന്നത് തുടർന്ന് ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഏഷ്യൻ ക്യാമ്പ് വരുന്നുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങി സർവേ നടത്താൻ ആവശ്യമായ കാര്യങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 വർഷം മുമ്പേ പെൺകുട്ടിയെ സംബന്ധിച്ചോളം ചെറുക്കനെ കിട്ടാനാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പം ചെറുക്കന്മാരെ സംബന്ധിച്ചോളം പെണ്ണ് കിട്ടാനാണ് ബുദ്ധിമുട്ട് കൂടി വരുന്നത്. ഇപ്പം പല ജില്ലകളിലും ഇപ്പം കാസർഗോഡ് ജില്ലയിൽ നിന്നെല്ലാം നമ്മളിപ്പം കർണാടകയിൽ പോയിട്ട് പാർന്നൊരു 350 കിലോമീറ്റർ ദൂരം പോയിട്ട് പെണ്ണ് കൊണ്ടിരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ജാതിയും അതെല്ലാം മാറി കല്യാണം ചെയ്യുന്ന അവസരം കൂടി വരികയാണ്. കാരണം ഇതിൽ കല്യാണം മുമ്പേ 18 വയസ്സ് കല്യാണം ചെയ്യുമ്പോൾ 26, 27, 28 വയസ്സ് കഴിഞ്ഞ ശേഷം കല്യാണത്തെ കുറിച്ച് പെൺകുട്ടി ചിന്തിക്കുന്നത്. മുമ്പേ അച്ഛനമാർ തീരുമാനിക്കുന്നു, അച്ഛനമാർ നടത്തി കൊടുക്കുന്നു. ഇപ്പം കുട്ടികൾ തീരുമാനിക്കുന്നു, അച്ഛനമാർ നടത്തി കൊടുക്കുന്നു. ഈ അവസ്ഥയിലേക്ക് കല്യാണം മാറി വരികയാണ്. അതോടൊപ്പം തന്നെ ഡൈവേഴ്സിന്റെ എണ്ണം ഈ ഓൺലൈനിൽ ഈ മാട്രിമോണി വന്നതിന് ശേഷം ഡൈവേഴ്സിന്റെ എണ്ണം കൂടി വരുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. ശേഷം ഡൈവേഴ്സിന്റെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന എറണാകുളം ജില്ല ഇപ്പം മാറി ഇപ്പം തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത്. ശരാശരി കുടുംബ കോടതിന് 200ഓളം ഡൈവേഴ്സ് കേസ് വരുന്നു എന്ന ലെവലിലേക്കാണ് ഇപ്പം സർവേയുടെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഏറ്റവും തിരക്കിലെ കോടതി കുടുംബ കോടതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന ലെവലിൽ കല്യാണ ബ്രോക്കർമാർ ഈ തൊഴിൽ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ അവഗണന മാത്രമാണ് ബാക്കി കിടക്കുക. നമ്മളൊരു 2 വീട്ടുകാരെ കൂട്ടി ഒരു ന്യായമായ പ്രതിഫലം തരുമെന്നും പറഞ്ഞ് കല്യാണം നടത്തിക്കുക. 2004 ഈ സംഘടന രൂപം നൽകാൻ തന്നെ കാരണം തന്നെ കല്യാണം നടത്തിയവർക്ക് കമ്മീഷൻ അതിന് പ്രതിഫലം നൽകാതിരിക്കുകയും വിവാഹയത്തിന്റെ കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ സ്വതന്ത്ര സംഘടനയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. 2012 നമ്മൾ സർക്കാർ അംഗീകരിച്ചു. എന്നാൽ പോലും ഈ മേഖല തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും പ്രയാസങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെ ഇടയിൽ അതോടൊപ്പം തൊഴിലില്ല. കല്യാണം നടക്കുന്നതിന് ഒരു മാസം ഒരു കല്യാണം നടത്തിയെടുത്താൽ തന്നെ അതിന്റെ പ്രതിഫലം കിട്ടുന്നില്ല. അതിനാണ് വലിയ വിഷമം വെച്ചാൽ ഇപ്പം ആഭ്യന്തര വകുപ്പ് എടുത്ത് തരുമ്പോൾ നമ്മൾ സംഘടനാ രൂപം നൽകി സംഘടന പ്രതിഫലം കിട്ടിയിട്ടെങ്കിൽ സംഘടന ഇടപെട്ട് സംസാരിക്കും. അതിനുശേഷം പ്രതിഫലം കിട്ടിയിട്ടെങ്കിൽ നമ്മൾ പിന്നെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കാൻ പാടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനപ്രകാരം അതും വലിയൊരു വിഷമമായിക്കൊണ്ടിരിക്കും. കോടതിയിൽ നമ്മുടെ മെമ്പർമാർക്ക് കമ്മീഷൻ പ്രതിഫലം കിട്ടായിട്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് കോടതിയിലേക്ക് കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾക്കിപ്പം പുതിയൊരു സംവിധാനത്തിൽ നമ്മൾ വരാൻ ഉദ്ദേശിക്കുകയാണ്. ജനപ്രിയ മാട്രിമോണി എന്നൊരു പുതിയ സംവിധാനം നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഒരു ഹൈടെക് രീതിയിൽ മാട്രിമോണി സംവിധാനം ഈ വർഷം ലാസ്റ്റോടെ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് കുറഞ്ഞ ഫീസും സർവീസ് ചാർജും വാങ്ങി മെമ്പർമാരെ കൂട്ടായ സംരംഭമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ ജില്ലകളിലും തുടങ്ങുന്നുണ്ട്. കണ്ണൂരാണ് സംഘടന സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ്, കണ്ണൂർ ഹെഡ് ഓഫീസ് ആക്കിക്കൊണ്ട് പ്ലാൻ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും വർക്ക് നടക്കുകയാണ്. ഈ വർഷത്തോടുകൂടി നമ്മളും വ്യാപകമായ രീതിയിൽ ഒരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് പറഞ്ഞാൽ പത്രങ്ങളിൽ മാട്രിമോണി പരസ്യം വരുന്നത് അതുകൊണ്ട് ജനങ്ങൾ ചില കല്യാണ ബ്രോക്കർമാരും ബ്യൂറോക്കാരും മുഴുവൻ തട്ടിപ്പ് എന്ന ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിൽ വരുന്ന വ്യാജ പരസ്യങ്ങൾ, സുന്ദരിയായ നായകവതി, ദത്തെടുക്കാൻ താല്പര്യം പിന്നെ കോടികൾ ആസ്തി, സാമ്പത്തിക പ്രശ്നമില്ല, വിദ്യാഭ്യാസം പ്രശ്നമില്ല, ജോലി പ്രശ്നമില്ല, ഇങ്ങനെ പരസ്യം കൊടുക്കും. ആരും വിളിക്കും. അന്നേരം ഇപ്പം വീസെല്ലാം ഗൂഗിൾ പേ ആണ്. ഇപ്പം ഇതിൽ മലപ്പുറത്ത് നിന്ന് ഒരു മാട്രിമോണി പരസ്യം ഒരു 10 വന്ന പരസ്യത്തിന്റെ ഭാഗമായി വിളിച്ചപ്പോഴത്തേക്ക് പുനർവിവാഹമാണ് ബിസിനസ്സാണ്, 32 വയസ്സ് വിളിച്ചു. പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. നിങ്ങൾ ബാക്കി അഡ്രസ് തരാം, നിങ്ങൾ 2000 രൂപ ഗൂഗിൾ പേ ചെയ്യണം. 2000 ഗൂഗിൾ പേ പിന്നെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. അവിടെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ മാട്രിമോണി അവിടെയില്ല. ഇപ്പൊ ഒരു പരസ്യം ഒരു ഞായറാഴ്ച പരസ്യം നമ്പർ കൊടുക്കും, പിന്നത്തെ ആഴ്ച വേറെ നമ്പർ കൊടുക്കും. ഇതാണ് അവസ്ഥ വരുന്നത്. അപ്പൊ ഈ മേഖലയിൽ മൊത്തം തട്ടിപ്പ് നടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖല സർക്കാർ അംഗീകരിച്ചുകൊണ്ട് തൊഴിൽ മേഖല ആയതുകൊണ്ട് നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ 27 വർഷമായി കല്യാണ പരിപാടി ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ എന്നാല് ഇപ്പോൾ അത് ആ മേഖല മൊത്തം തട്ടിപ്പാണ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ടത്. നല്ല രീതിയിൽ കല്യാണം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്നത്. അതിന് ന്യായമായ പ്രതിഫലം കിട്ടണം. ഒരു തൊഴിലായി അംഗീകരിക്കുന്ന ന്യായമായ പ്രതിഫലം കിട്ടണമല്ലോ. അത് കിട്ടാൻ പോലും ഇപ്പം സ്ത്രീധന നിരോധനം, മുമ്പിൽ സ്ത്രീധരന്റെ പുറത്താണ് സർവീസ് ചാർജ്. സ്ത്രീധന നിരോധന നിയമം സ്ത്രീധനത്തിന്റെ പുറത്തുനിന്ന് കമ്മീഷൻ വാങ്ങാൻ പറ്റില്ല. എന്നാലും ന്യായമായ പ്രതിഫലം കിട്ടണ്ടേ? ഇതാവുന്നവരെ എന്തും കൊടുക്കാം, എന്തും ചെയ്യാം. കാറിന്റെ മുമ്പിലിരുത്തും, വഴി കണ്ടുപിടിക്കാൻ വേണ്ടി മുമ്പിലിരുത്തും. മുമ്പിൽ നിന്ന് പെണ്ണ് കണ്ട് തിരിച്ചു വന്ന ശേഷം ഫോൺ നമ്പർ വാങ്ങി അവർ സംസാരിച്ച് പിന്നെ അവരെന്ന് തീരുമാനിക്കും. പിന്നെ ആ പ്രതിഫലം കിട്ടില്ല, ഞാനത്തെ തരാൻ കഴിയില്ല, ഇപ്പൊ തരാൻ കഴിയില്ല, നിങ്ങൾ ആർക്കും പോലും ചെയ്തോ, കേസിന്റെ വഴിക്ക് പോയിക്കോ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ വരുന്ന 16-ാം തീയതി നടക്കുന്ന ജില്ലാ സമ്മേളന ചടങ്ങിലും അതോടൊപ്പം തുടർന്നും മുഴുവൻ മാധ്യമ ചാനൽ പ്രവർത്തകരുടെയും എല്ലാവിധ സഹായ സഹകരണം നമ്മൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും 16-ാം നടക്കുന്ന ചടങ്ങിലേക്കും തുടർന്നും എല്ലാവരും സഹായ സഹകരണം ചെയ്തതിനു വേണ്ടി സംഘടന സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വിനയപൂർവ്വം മുഴുവൻ മാധ്യമ ചാനൽ പ്രവർത്തകരെയും അപേക്ഷിക്കുകയാണ്.